നമ്മുടെ കേരള PSC നവംബർ മാസം നടത്തുന്ന പരീക്ഷയുടെ കലണ്ടർ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അതിന്റെ സിലബസ് എത്ര പേര് അപേക്ഷിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സോ ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരള PSCന്റെ പുതിയ കലണ്ടറാണ്. നവംബർ മാസം 2026 നടത്താൻ പോകുന്ന എക്സാമിനേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഏകദേശം നമുക്ക് നടത്താനായിട്ട് പോകുന്നത് 69ഓളം പരീക്ഷ നവംബർ മാസത്തിൽ കേരള PSC കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. വീഡിയോയിലേക്ക് കിടക്കുന്നതിനായിട്ട് മുൻപ് ഓരോ എക്സാമിനും പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപകാരപ്പെടുന്ന PDF മെറ്റീരിയൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ എക്സാമിനും അത് പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്പെട്ട സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് PSC, SSC, RRB അതുപോലെ തന്നെ മറ്റുള്ള ഡിഫൻസ് എക്സാംസ് ഇതിന്റെയൊക്കെ മെറ്റീരിയൽസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. UPSC പലരും ചോദിക്കുന്നുണ്ട്. UPSCന്റെ ഉടനെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിന് അത്യാവശ്യം സമയവും കാര്യങ്ങളും എടുത്ത് പ്രോപ്പർ ആയിട്ട് തന്നെ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നിലവിൽ ഇത്രയധികം മെറ്റീരിയൽ ആണ് നമ്മുടെ അടുത്തുള്ളത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. വാട്സാപ്പ് ചെയ്താൽ മതി. എല്ലാന്നാണെങ്കിൽ ഇവിടെ ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. അവിടെ സ്കാൻ ചെയ്ത് ആ ഒരു വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്തിരുന്നാൽ മാത്രം മതി. വരുന്ന PDF മെറ്റീരിയൽ അപ്പം അവിടെ അപ്ഡേറ്റ് ആയി കൃത്യമായിട്ട് തന്നെ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് കൂടാതെ ഓരോരോ എക്സാം അടുക്കുന്ന സമയത്ത് നമ്മുടെ ക്ലാസ്സുകളും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സാമിന്റെ അടുപ്പിച്ച് മാത്രമേ അത് നമ്മൾ തരുന്നുള്ളൂ. 10 days സ്റ്റഡീസ് സെക്ഷൻ പോലെയാണ് നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതിനും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, അല്ലെ ഈ വാട്സാപ്പിൽ ജോയിൻ ചെയ്താൽ മതി. എന്തായാലും നമുക്ക് കണ്ടന്റിലേക്ക് കിടക്കാം. സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് 555/2025 എന്ന കാറ്റഗറി നമ്പറാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം പോസ്റ്റിന്റെ പേരെന്താണെന്ന് നൽകുന്നുണ്ട്. പിന്നെ ഡിപ്പാർട്ട്മെന്റ് നെയിം നൽകുന്നുണ്ട്. അതിനുശേഷം സ്റ്റേറ്റ് വൈഡ് ആണോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് വൈസ് ആണോ നോട്ടിഫിക്കേഷൻ എന്നുള്ളൊരു കാര്യം കൂടി നൽകുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ കൊടുത്തത് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ അഡ്മിറ്റ് കാർഡ് എന്ന് ഇഷ്യൂ ചെയ്യും എന്നുള്ളതാണ് പിന്നെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് കൺഫർമേഷൻ, കൺഫേം നോട്ട് റിക്വയർഡ് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് കൺഫേം റിക്വയർഡ് അല്ലാത്ത പോസ്റ്റുകൾക്ക് എന്ത് ചെയ്യേണ്ട, കൺഫർമേഷൻ കൊടുക്കേണ്ട. കൺഫർമേഷൻ റിക്വയർഡ് ആയിട്ടുള്ള പോസ്റ്റുകൾ ഉണ്ടാവും. അതിന് നമ്മൾ കൺഫർമേഷൻ നൽകേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ കാണാൻ സാധിക്കും കൺഫർമേഷൻ കൊടുക്കാനായിട്ടുള്ള ഡേറ്റുകൾ കാണുന്നത്. ഒരു പോസ്റ്റിന് ഇവിടെ ട്രേഡ്സ്മാൻ എന്ന് പറയുന്ന പോസ്റ്റിന് കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് 23/8/2026 മുതൽ 11/9/2026 വരെ കൊടുക്കാം. അങ്ങനെ കൃത്യമായിട്ട് നൽകിയത് കാണാൻ സാധിക്കും. അങ്ങനെ എക്സാമിനേഷൻ്റെ ടൈം, കാര്യങ്ങൾ, ടോട്ടൽ മോഡൽ ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസ്, മാർക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മീഡിയം ഓഫ് എക്സാം മലയാളം, തമിഴ്, കന്നഡ കൊടുത്തത് കാണാൻ സാധിക്കും. എക്സാമിൻ്റെ ഡ്യൂറേഷൻ, പിന്നെയാണ് നമുക്ക് ആ ഒരു പരീക്ഷയിലേക്ക് എത്ര കുട്ടികൾ അപ്പിയർ ചെയ്യാനായിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ എത്ര പേര് അപേക്ഷിച്ചിട്ടുണ്ടെന്നുള്ളൊരു ഡാറ്റ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സിലബസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കേരള പോലീസ് കോൺസ്റ്റബിളിൽ ഉൾപ്പെടെ നിരവധി പോസ്റ്റുകളിലേക്കാണ് ഈ പരീക്ഷ നടത്താനായിട്ട് പോകുന്നത്. നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണാൻ സാധിക്കുന്നതാണ് പോലീസിൻ്റെ എക്സ് സർവീസ്മാൻ്റെ വന്നത് കാണാൻ സാധിക്കുന്നതാണ്. അതല്ലാതെ സ്പെഷ്യൽ കാറ്റഗറിയിലേക്ക് പോലീസുകൾ ഇവിടെ കാണാൻ സാധിക്കും. പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, അതുപോലെ തന്നെ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഈ പോസ്റ്റ് മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നു. കാറ്റഗറി നമ്പർ 30/2026 ആണ്. ഏകദേശം അതിന് 21,367 പേരാണ് അപേക്ഷിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ സിലബസ് കൂടി നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. സോ ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഡീറ്റെയിൽ സിലബസ് ഫോർ ദി പോസ്റ്റ് ഓഫ് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ. അതുപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എക്സ് സർവീസ്മാൻ ആണെങ്കിലും വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിൻ്റെ എല്ലാം സിലബസ് ഇതാണ്. കാറ്റഗറി നമ്പർ നമുക്ക് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. 100 മാർക്കിൻ്റെ പരീക്ഷയാണ്. അതുപോലെ തന്നെ സിലബസ് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. സോ ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കലണ്ടർ ആവശ്യമായിട്ടുണ്ടാവും. ഈ കലണ്ടർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നേരത്തായി ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കാണാൻ സാധിക്കും. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് താഴെയുണ്ട്. അവിടെ ഈ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഈ ഒരു കലണ്ടർ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇട്ടിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഇത് എടുത്ത് നോക്കാവുന്നതാണ്. സോ ബാക്കിയുള്ള മെറ്റീരിയൽ അതുപോലെ PDF കാര്യങ്ങളെല്ലാം അവിടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ ജോയിൻ ചെയ്തിരുന്നാൽ മാത്രം മതി. സോ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള അപ്ഡേറ്റുകൾ ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി.